ഇരിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 4-ാം അധ്യായം എൻ്റെ 21-ാമത്തെ വാക്യം. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വായിച്ചത്. അവ ഹല്ലേലൂയ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുതെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന ദൈവികമായ ജ്ഞാനം, കർത്താവ് നമുക്ക് നൽകുന്ന ബുദ്ധി ഉപദേശം, ഹല്ലേലൂയ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ കാത്തു പരിപാലിക്കണം എന്നുള്ളതാണ് ഇവിടെ ദൈവജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവജനം പറയുന്നു അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള കണ്ണും വിശ്വാസമുള്ള 2 കണ്ണുകളും വിശ്വാസമുള്ള ഒരു ഹൃദയവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ജയിക്കാൻ കാരണമാകും. അപ്പം വിശ്വാസത്താനുള്ള നോട്ടവും വിശ്വാസത്താനുള്ള ഹൃദയ വിചാരങ്ങളുമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ഹൃദയവും എന്ത് ചെയ്യണം? കർത്താവിനെ തന്നെ നോക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് നോക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. രക്തജയം. ഹല്ലേലൂയ. അപ്പം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണമെന്നാണ് ഈ സദൃശവാക്യ എഴുത്തുകാരൻ പറയുന്നത്. സദൃശവാക്യം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോഴും എഴുതിയിരിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഉണരുന്നത്. അപ്പൊ സ്വന്തം വിവേകത്തിൽ ആരെല്ലാം ഊന്നിയിട്ടുണ്ടോ, സ്വന്തം വിവേകത്തിൽ ആരെല്ലാം ചലിച്ചിട്ടുണ്ടോ, അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥമായ ആലോചന നൽകുന്നത് ദൈവമാണ്. ദൈവത്തിൽ നിന്നുള്ള ആലോചന പ്രാപിക്കുന്നവരാരും തകർന്ന ചരിത്രമാകത്തില്ല. എന്നാൽ സ്വന്തം വിവേകത്തിലും മാനുഷികമായ ആലോചനയിലും കടന്നു പോകുന്നവരുടെ പരാജയത്തെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ശരവും പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കണം. അല്ലേ? അതിന്റെ 6-ാം വാക്യം പറയുന്നത് നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാകും. അപ്പൊ നമ്മുടെ എല്ലാ വഴികളിലും ആരുണ്ടായിരിക്കണം? കർത്താവായ യേശുക്രിസ്തുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാതകളെ അവൻ സൂക്ഷിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വചനം അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ നടക്കുവാനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യരാളുടെ കൂട്ടുകെട്ട് മാറി, ദൂർത്ത് മാറി, ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകാരോട്, ഈ ലോകത്തിലെ രാഷ്ട്രീയക്കാരോട്, മത തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളോട് ചേർന്ന്, ഇവിടുത്തെ അനാസ്യാസ്യമായ ജീവിതം ചൂതാട്ടക്കാരോട് ചേർന്ന്, അസന്മാർഗികമായ ചെട്ടിക വ്യഭിചാര പരസംഗ ജീവിതക്കാരോടുള്ള കൂട്ടുകെട്ട് വിട്ട് നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. പ്രൈസലോ. ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ മാത്രമേ നല്ല ആലോചന പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ലോകം ഒരിക്കലും നല്ല ആലോചന തരത്തില്ല. എന്റെ പറഞ്ഞ ഒരു മകൻ തന്റെ പിതാവിനോട് കൂടെ നടക്കുമ്പോൾ ഭക്തൻ ഒന്നും പേടിക്കാനില്ല. കാരണം പിതാവിന്റെ കരങ്ങളിൽ ആ മകൻ എപ്പോഴും സുരക്ഷിതമാണ്. പ്രൈസലോ. മാത്രമല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിതാവ് നോക്കിക്കൊള്ളും. മകൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിതാവ് നോക്കും. ഹല്ലേലൂയ. എന്നാൽ പിതാവും പുത്രനും അന്യോന്യം അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു പിതാവിനോട് കൂടെ പുത്രൻ നടക്കുകയാണെങ്കിൽ എപ്പോഴും പിതാവിന്റെ സംരക്ഷണം, ഒരു പ്രശ്നം ഉണ്ടായാലും പിതാവിനകത്ത് ഇടപെടും. എന്നാൽ ഈ പിതാവും പുത്രനും കൂടെ ഒന്നിച്ച് സ്നേഹബന്ധത്തിൽ നടന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടായാൽ മാത്രം പോരാ, വ്യക്തിപരമായി ദൈവം എന്റെ പിതാവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിൽ നമ്മൾ പിതാവിനോട് ചേർന്ന് നടന്നു, നമ്മുടെ പ്രശ്നങ്ങൾ പിതാവ് ഇടപെടുന്നു. പിതാവും പുത്രനുമായി സ്നേഹബന്ധം പുലർത്തുന്ന പോലെ തന്നെ നമ്മുടെ സൃഷ്ടമായ ദൈവത്തോട് നാം ചേർന്ന് നടക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയവിചാരങ്ങൾ മുഴുവൻ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ തെറ്റായ വഴികൾ, നീ പോയ മാർഗങ്ങൾ, അതെല്ലാം നിനക്ക് ദുഷ്കരമായിരുന്നു. ഹല്ലേലൂയ. നീ കടന്നുപോയ പാതകളെല്ലാം നിനക്ക് ഒരുപാട് നാശങ്ങൾ, നഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട്. അതൊരുപാട് പ്രതികൂലങ്ങളെ, വെല്ലുവിളികളെ നീ നേരിടേണ്ടി വന്നു. പലപ്പോഴും നിന്റെ ജീവൻ അപകടത്തിലാകത്തക്ക നിലയിൽ, പലപ്പോഴും നീ കൂട്ടുകെട്ട് തെറ്റായ രീതി നയിച്ചതുകൊണ്ട്, അക്രമം ചെയ്യുന്നവരോടുകൂടി നയിച്ചതുകൊണ്ട് നീ പലപ്പോഴും നിയമത്തിന്റെ കുരുക്കിൽ അകപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് ശക്തമായത്, ലോകത്തിലുള്ളവരോടൊപ്പം ചേർന്നല്ല നീ നടക്കേണ്ടത്, ദൈവത്തോട് ചേർന്ന് നടക്കണം.
അല്ലേലിയ. നിന്റെ സൃഷ്ടാവായി ദൈവം, അവൻ നിന്റെ പിതാവാണ്. അല്ലേലിയ. നിന്റെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. അതുകൊണ്ട് രക്ഷകനായ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അല്ലേലിയ, ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റി ദൈവം നിനക്ക് നേരായ പാതകൾ തുറന്നു തരും. രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ എന്താണ്? നമ്മുടെ പിതാവിനോട് ചേർന്ന് നടക്കണം. അല്ലേ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് നമ്മൾ എപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഹാനോക്കാണ് അത് നല്ല സാക്ഷിയുള്ള മനുഷ്യൻ. അല്ലേലിയ. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം, അല്ലേലിയ, അതിന്റെ 21 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചേക്കാണ്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 വയസ്സായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അല്ലേലൂയ. നമുക്കത് കാണാൻ കഴിയും. എത്ര ശ്രേഷ്ഠനായ ഒരു മനുഷ്യനല്ലേ. 365 വർഷം. 65 വയസ്സായപ്പോൾ തനിക്കൊരു മകനുണ്ടായി. പിന്നെ പുത്രന്മാരും ജനിപ്പിച്ചു. കുടുംബജീവിതം നയിച്ചു. അല്ലേലിയ. കുടുംബജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തോട് കൂടെ നടക്കുവാൻ ഹാനോക്ക് ഒരിക്കലും വീഴ്ച വരുത്തിയില്ല. അല്ലേലിയ. ഇന്ന് പകരേക്കൾക്ക് നമ്മുടെ സ്നേഹിത, ഞാൻ പലപ്പോഴും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സുവിശേഷം പറയും, പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഞങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ സ്നേഹിത, ഞങ്ങൾക്കെല്ലാം ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവരാ. അല്ലേലിയ. ഞങ്ങളും ഉത്തരവാദിത്വമുള്ളവരാ. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് മാത്രമല്ല അവസ്ഥ, ഭൂമിയിലുള്ള എല്ലാവർക്കും ഭാര്യയും മക്കളുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ഞങ്ങൾ സ്വന്തമായി വിവേകത്തിനോന്നി നാശത്തിലേക്കല്ല പോകുന്നത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ ഞങ്ങൾ ദൈവത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു എടുക്കും. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ കരം പിടിച്ച് എപ്പോഴും മക്കൾ നടന്നാൽ ആ പിതാവ് മകന്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലെ നാം ദൈവത്തോട് ചേർന്ന് നമ്മുടെ പിതാവ് നമ്മുടെ സകല ആവശ്യങ്ങൾ നടത്തിത്തരും. അപ്പൊ 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ ഹാനോക്കിന്റെ ജീവിതത്തിന് ആവശ്യമായ സകല നന്മകളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അവന് വീണ്ടും ആരോഗ്യം, ബലം, ശക്തി എല്ലാം ദൈവം കൊടുത്തു. അവനെ ദൈവം ചേർത്ത് പിടിച്ചു. രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ഒറ്റപ്പെട്ട അനുഭവമാണോ, നീ നിന്ദിക്കപ്പെട്ട അനുഭവമാണോ, എല്ലാവരും തള്ളപ്പെട്ട് നീ വേദനയോടെ കഴിയുകയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ നീ ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ രക്തം ചെയ്യും. നിന്റെ ആകുലതകളെ മാറ്റിത്തരുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് മകൾ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ ആലോചന അറിയിക്കുന്നത്. രക്തം ചെയ്യും. നീ കരഞ്ഞു കലങ്ങിയ നാളുകളേറെയാ, നീ സങ്കടപ്പെട്ട നാളുകളേറെയാ, നീ ദുഃഖിച്ച നാളുകളേറെയാ. നിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ നീ ഒരിടമില്ലാതെ നീ വളരെ വേദനയോടെ കടന്നു പോവുകയാ. അല്ലേലൂയ. മരണം മതിയെന്ന് ചിന്തിച്ച നാളുകൾ പോലും നിന്റെ ജീവിതത്തിലില്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ദൂത്, അല്ലേലൂയ, നീ ദൈവത്തോട് ചേർന്ന് നടക്കുക. പലപ്പോഴും നിന്റെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വന്ന് നിന്നെ സംശയിച്ച് നിന്റെ കുടുംബജീവിതം പോലും തകർക്കത്തക്ക നിലയിൽ നീ മാരകമായ ഉപദ്രവങ്ങൾ, പീഡകൾ ഏൽക്കാറില്ലേ? നിന്ദിക്കപ്പെടാറില്ലേ? പലപ്പോഴും നിന്നെ വീട്ടിൽ നാട്ടിയിറക്കി ഓടിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. പലപ്പോഴും നീ വീട് വിട്ട് പുറത്തുപോയി കിടക്കേണ്ട അനുഭവം വന്നില്ലേ? കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് എങ്ങോട്ട് ഓടുമെന്ന് ചിന്തിച്ച നാളുകളില്ലേ? അങ്ങനെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, നിന്നെ ഒറ്റയ്ക്ക് വിടുവാ, നിന്നെ തനിച്ചാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഭർത്താവും നിന്റെ മക്കളെ നിന്നെ തനിച്ചാക്കി കർത്താവ് നിന്നോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ക്ലേശങ്ങൾ ചവിട്ടി വന്ന വഴികളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത നാളുകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ലേ? അപ്പൊ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. അല്ലെ? മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പൊ ഇവിടെ നാം ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന മുതൽ. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ യാത്ര പോകുമ്പോൾ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ യാത്ര ചെയ്താലും, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് ധാരണയുണ്ടെങ്കിൽ നീ ഒരിക്കലും നീ അടിപതറി പോകാതെ നിന്റെ വിശ്വാസ ജീവിതത്തെ നിനക്ക് പടുത്തുയർത്താൻ കഴിയും. രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ ഹാനോക്കിനെ കുറിച്ച് പഠിക്കും. ഹാനോക്ക് ജലപ്രളയത്തിന് മുമ്പ് മരണം കാണാതെ എടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഹാനോക്ക്. ക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ മരണം കാണാതെ എടുക്കപ്പെടുന്ന വിശ്വാസികളുടെ പ്രതിപുരുഷനായിട്ടാണ് ഹാനോക്കിനെ വിളിച്ച് തെളിയിരിക്കുന്നത്.
അപ്പം മുമ്പ് ജലപ്രളയത്താൽ ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ചു. ആ ജലപ്രളയത്തിന് മുമ്പ് മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക. അതായത് കർത്താവ് യേശുക്രിസ്തുവിന് മധ്യാകാശം വരുമെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന ആളുകളെല്ലാം മരണം കാണാതെ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഹാനോക്ക് പ്രതിനിധീകരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം. അപ്പൊ കുടുംബജീവിതം നയിക്കുന്നവർക്കും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഹാനോക്കിന്റെ ജീവിതം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് മക്കളിനി കൂടിയാലും പ്രാരാബ്ദങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും കുടുംബജീവിതത്തോടൊപ്പം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഹാനോക്കിലൂടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെ ദൈവത്തിന്റെ വചന ശ്രോതാവേ, നീ ഭാരപ്പെടാതെ നീ കർത്താവിന് വേണ്ടി ഇതിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. നിന്റെ ഭവനത്തിന്റെ ശൂന്യതയെ മാറ്റിത്തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം നിന്നെ കുറിച്ചുള്ള പരിപൂർണ ഉത്തരവാദിത്വ സൃഷ്ടാവായി ദൈവത്തിന്. ഭൂമിയിൽ നീയുടെ അപ്പനും അമ്മയ്ക്കും ജനിക്കപ്പെട്ടതാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. അപ്പനെ അമ്മയെക്കാൾ ഉത്തരവാദിത്വം സൃഷ്ടാവായ ദൈവത്തിനാ നിന്നെ കുറിച്ച്. നീ ആ സൃഷ്ടാവിന്റെ വലങ്കൈ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നിന്റെ വലങ്കയെ പിടിച്ച് നിന്നെ നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ ചില തർജ്ജിമകളിൽ കാണുന്നത് പോലെ അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടന്നു എന്നാണ് പറയുന്നത്. അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ദൈവത്തിന്റെ ഇഷ്ടപുത്രനായി നടന്നു. നമ്മൾ പറയും മാനസപുത്രൻ എന്നൊക്കെ പറയും, മനസ്സിനിണങ്ങിയവൻ അല്ലേ. അപ്പം ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ ഒരു മാനസപുത്രനായി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ തന്നെ താൻ കുടുംബജീവിതം നയിക്കുന്നവനാ. അത് തന്നെയാ ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയ മാനസപുത്രന്മാരായ ഞാനും നിങ്ങളും ചേർന്ന് നടക്കണം ദൈവത്തോട്. ലോകത്തെ അല്ല നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്, ലോകക്കാരെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്. ഇവിടുത്തെ ലോകക്കാർക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിനും പറയുക, ഹല്ലേലൂയ, അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടന്നു എന്ത് പറയും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു എന്ന് യൂദയുടെ ലേഖനത്തിൽ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ യൂദ ഒരു പ്രവാചകനായിരുന്നു എന്നും കൂടെ, അല്ല, ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു എന്നും കൂടെ യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം ദൈവം എല്ലാ നിലകളിലും നമ്മൾ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ട് ശ്രമമാവി. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന സങ്കടകരമായ അനുഭവങ്ങളാ. എന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവോണമായിരുന്നു. തിരുവോണത്തിനാളിൽ എത്രയോ ആളുകളാണ് കുടിച്ച് വെളിവില്ലാതെ സുബോധം നഷ്ടപ്പെട്ട് ഈ ബീവറേജിന്റെ വഴിക്കും ബാറിന്റെ വഴിക്കും അലഞ്ഞു തിരിഞ്ഞ് നടന്നത്. റോഡിൽ കൂടെ വണ്ടി പോലും ഓടിക്കാൻ കഴിയാതെ കുടിച്ച് ലെവലുകെട്ട് സുബോധമില്ലാതെ നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരിക. എത്രയോ പേരാണ് വഴിയിൽ, എത്രയോ കുടുംബങ്ങളിലാണ് ഇന്നലെ പ്രശ്നം ഉണ്ടായത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്ന ദിവസം ദൈവത്തിന് പ്രസാദിപ്പിച്ച് ദൈവത്തിന് പ്രീതിയുള്ളവനായി ദൈവത്തിന് മനസ്സിനിണങ്ങിയവനായി ജീവിക്കാൻ വേണ്ടിയാ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചത്. പക്ഷെ ഇന്നലെ ഒരു ദിവസം കൂടെ നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ നിങ്ങളുടെ ജീവിതം? എത്ര കുടുംബങ്ങൾ കണതില്ലായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീട്ടിൽ മദ്യപിച്ച് വെളിവുകെട്ട് സുബോധമില്ലാതെ ഒരു മനുഷ്യൻ അലിയ പല സ്ഥലത്ത് വീണ് താൻ ഉടുത്തിരിക്കുന്ന മുണ്ട് മുഴുവൻ ചെളിപിടിച്ച് കയ്യിൽ 5-6 കോഴിമുട്ടയുണ്ട്, കയ്യിൽ എന്തോ മറ്റെന്തെങ്കിലും സാധനമൊക്കെ ഉണ്ട്. അതിലെങ്ങാണ്ടൊന്ന് കിട്ടിയ കടലയൊക്കെ വാങ്ങി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വാങ്ങി തന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആ വഴിവക്കിൽ താൻ വീഴുവാൻ കാരണമായി. തന്റെ കയ്യിലുണ്ടായിരുന്ന കടലുകളെല്ലാം നിരത്ത് വീണു. താൻ അവിടെ ഇന്ന് നുള്ളിപ്പെറുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അനവധി മനുഷ്യർ കയറിയിറങ്ങി നടക്കുന്ന, നായ്ക്കൾ കയറിയിറങ്ങി നടക്കുന്ന, നായ്ക്കൾ കിടക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. ഞാൻ ആ സൗന്ദര്യം അത് പിറക്കരുത്, കൊള്ളത്തില്ല. അത് നായ്ക്കൾ കിടക്കുന്ന സ്ഥലം അശുദ്ധമാ. അതൊന്നും കണക്കൂട്ടാതെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? വിഷമ മദ്യം. അത് കുടിച്ചത് കൊണ്ട് അദ്ദേഹം അവിടെ നുള്ളിപ്പിറക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എത്ര നീചമായ പ്രവൃത്തിയല്ലേ, ഹീനമായി പ്രവൃത്തി. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, എൻ്റെ ഒരു 25 വർഷം ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ച ആളാ. അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്നിപ്പോ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ മനസ്സിന് വേദനയാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവ് ഇവർക്കൊരു മനസ്സാന്തരം കൊടുക്കണം, ഒരു സുബോധം കൊടുക്കണമേ. എന്നെ കണ്ടുകൊണ്ട് കണ്ട കാര്യമാണ്. ഞാൻ പാർക്കുന്നത് എൻ്റെ വീടിനടുത്ത് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ജീവിത പാതയിലേക്ക് പോകാതെ നിങ്ങൾ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് കുടുംബജീവിതം നയിച്ച ദൈവത്തിന് പ്രീതിയുള്ളവനായി മാറിയതുപോലെ നീ ദൈവത്തിന് പ്രീതിയുള്ളവനായി മാറണം. അതുകൊണ്ടാണ് ശലോമോൻ നമുക്ക് സദൃശ്യമാക്കി വെളി തന്നപ്പം പറയുന്നത്, അവ നിന്റെ ദൃഷ്ടിയിൽ ഞാൻ മാറിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചുകൊള്ളുക. എന്താ? ദൈവികമായ ജ്ഞാനം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നുകൊണ്ട് ദൈവികമായ ജ്ഞാനം ദൈവന് കൊടുത്തിരുന്നു. ആ ജ്ഞാനം അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതെ, അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതെ തന്റെ ഹൃദയത്തിൽ ആ ദൈവികമായ ജ്ഞാനം പരിപാലിച്ചു എന്നുള്ളതാണ്.
എനിക്ക് തോന്നുന്നു 300 വർഷം സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്നിട്ട് മക്കൾക്കൊക്കെ ആ ദൈവിക ജ്ഞാനം ഒരുപക്ഷെ ഹാനോക്ക് പറഞ്ഞു കൊടുത്തിരിക്കാം. മക്കളൊക്കെ നേരായ പാതയിലൂടെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവരായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്തി വേണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ പ്രഭാതത്തിൽ യാത്ര ചെയ്യുവാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവമായിട്ട് ബന്ധപ്പെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിച്ചയക്കണം. എന്തിനാണ്? ദൈവികമായ ജ്ഞാനം അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നീ ജോലിക്ക് കടന്ന് പല ഭവനത്തിൽ നിന്ന് വരുന്നവരാ. പല ആളുകളെ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരയൊക്കെ പറഞ്ഞ് പുകയും വലിച്ച് ലഹരി ഉപയോഗിച്ച് തമ്പാക്കൊക്കെ നാവിന്റെ എണ്ണയിൽ വെച്ച് മറ്റെല്ലാം അശുദ്ധമായത് ഉപയോഗിച്ച് ഒരുവിധം ദുർഗന്ധം വമിക്കുന്ന അനുഭവത്തിലൂടെ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെടണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അശ്വസമുണ്ട്. ഞാൻ പറയാം, 25 വർഷം ഞങ്ങൾക്ക് ഈ ജോലിക്കാലത്ത് പണിയെടുക്കുന്ന സമയത്ത് 25 വർഷം അല്ലെങ്കിൽ മദ്യപാനത്തില പ്രഭാതത്തിൽ എഴുന്നേറ്റുള്ള കട്ടൻ വാറ്റും അല്ലെങ്കിൽ കട്ടൻ കള്ളും എല്ലാം കൂടെ കുടിക്കും. അതുകൂടാതെ ഞാൻ കാലത്ത് പട്ടയൊക്കെ ഇട്ട് അതെല്ലാം കൂടെ വലിച്ചു കയറ്റി കുടിച്ച് ഉള്ള സിഗരറ്റും ബീഡിയും കഞ്ചാവും ഒക്കെ അടിച്ച് ഇവിടെ കറുപ്പും ജാരസും എന്ന് കിട്ടുന്ന എല്ലാം അങ്ങ് അടിക്കും. എന്നിട്ടൊരു ദുർഗന്ധം വമിക്കുന്ന അനുഭവമായിരുന്നു അന്ന് എൻ്റെ ജീവിതം. ആൾക്കാർക്ക് പോലും അടുത്തെടുക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ ആൾക്കാർ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവൻ ദുർഗന്ധം ഉള്ളവനാണെന്ന് അവൻ മാറി എന്ന് പറയും. അത്രമാത്രം ദുർഗന്ധമാണ് ഒരു മദ്യപാനി, ഒരു പുകവലിക്കാരൻ, ഒരു മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്നത്. അങ്ങനെ ദുർഗന്ധമുള്ള ജീവിതം നയിക്കാതിരിക്കുവാൻ വേണ്ടി നിന്റെ ദൃഷ്ടിയിൽ ദൈവഭയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ചില അലുസങ്ങൾക്ക് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഭവനത്തിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ തന്നെ ഭയങ്കര ബ്രാൻഡിയുടെ മണമാണ്. അപ്പം നിങ്ങൾ പാസ്റ്റർ ബ്രാൻഡിയുടെ മണമൊക്കെ അറിയാം. കാരണം 25 വർഷം ഇഷ്ടംപോലെ കുടിച്ച് നാമി മുള്ളി നടന്നതാണ്. ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട്. കുടിക്കാൻ ഒരു കുറവുമില്ലായിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം വന്നാൽ അതുകൊണ്ട് ചില വീട്ടിലേക്ക് ബ്രാൻഡിയുടെ മണം അല്ലെങ്കിൽ അത്ര നമ്മെ അസ്വസ്ഥപ്പെടുന്ന ഒരു ദുർഗന്ധമാണ്. എന്തൊക്കെ വിഷമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ മദ്യപാനം വിട്ട് മടങ്ങി വന്ന് നിന്റെ ഭാര്യയും മക്കളെ ചേർത്ത് പിടിച്ച്, മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച്, നിന്റെ അയൽവാസിയുടെ സ്നേഹത്താൽ നടന്നുകൊണ്ട് നീ ദൈവത്തിന് പ്രസാദമുള്ളവനായി, ദൈവത്തിന്റെ മാനസപുത്രനായി പുത്രിയായി നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതിന് നിനക്ക് ദൈവികമായ ജ്ഞാനം നിനക്ക് ആവശ്യമാണ്. ഈ സദൃശവാക്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു പിതാവിന്റെ ബുദ്ധി ഉപദേശമാണ്. ഹല്ലേലൂയ. ഈ സദൃശ്യം 4-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വാക്യം എന്ന് പറയുന്നത് ഒരു പിതാവ് തന്റെ മകനെ ഉപദേശിക്കുന്നതാണ്, ബുദ്ധി ഉപദേശമാണ്. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ബുദ്ധി ഉപദേശം നടത്തുന്നത് എന്തിനാണ്? നമ്മൾ നേരായ പാതയിലൂടെ പോകാനാ. ഹല്ലേലൂയ. എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ പിതാവ് തന്റെ മകനെ ഉത്സാഹിപ്പിക്കുക. എന്തിനാണ്? ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ നടക്കണമെന്ന് പിതാവ് തന്റെ മകനെ ഉത്സാഹിപ്പിക്കുക. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം 4 മുതൽ 9 വരെ ഒരു പിതാവ് മകന് നൽകിയ ഉപദേശത്തിന്റെ സംഗ്രഹമാണ് ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. പിതാവിന്റെ ഉപദേശങ്ങളുടെ ശക്തിവലയത്തിൽ നിലനിൽക്കണം. മകൻ വ്യക്തിപരമായി എല്ലാ കാലങ്ങളിലും ജയിച്ചു മുന്നേറുവാൻ കഴിയും. ഒരു പിതാവിന്റെ ഉപദേശത്തിൽ നിലനിന്നാൽ ആ മകൻ എല്ലാ മേഖലയും ജയിച്ചു മുന്നേറും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം. ഇന്നത്തെ പിതാക്കന്മാരെ സ്വന്തം മക്കളെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കല്ല് ഷാപ്പിൽ കൊണ്ടുപോയി കല്ല് കുടിക്കുന്നുണ്ട്, ബീവറേജ് കൊണ്ടുപോയി പൊട്ടിക്കൊണ്ട് പോകുന്നവരുണ്ട്, എല്ലാം ചൂതാട്ടമൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്, വീട്ടിനകത്ത് കൊണ്ട് ഊറ്റി കൊടുത്ത് കുടിപ്പിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബീവറേജിൽ മുമ്പിൽ കാണണം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് ബീവറേജിൽ. സ്വന്തം ഭാര്യയെ കൊണ്ട് നിർത്തിയിട്ട് സ്വന്തം മക്കളെ കൊണ്ട് ബൈക്കിൽ പുറത്തിരുത്തിനും അപ്പനെന്ത് ചെയ്യും? പുറത്തു പോയി ബീവറേജിൽ പോയി കല്ല് മേടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയാണ് അപ്പന്റെ കാര്യമല്ല പറയുന്നത്. സ്വന്തം പിതാവ് നല്ല ദൈവികമായ ജ്ഞാനം മക്കൾക്ക് പകർന്നു കൊടുത്ത്, ഹല്ലേലൂയ, മക്കളെ നേരായ പാതയിലൂടെ നടത്തിയാൽ, ഹല്ലേലൂയ, നിന്റെ ജീവകാലം മുഴുവൻ നിന്റെ മക്കൾ നേരായ പാതയിലൂടെ ദൈവികമായ ജ്ഞാനത്തിൽ ദൈവം അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതെ അവന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവൻ അത് ജീവിക്കും. അവൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം. ഇന്നത്തെ കാലഘട്ടം നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്. പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അവർ നന്നായി പഠിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു. അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ആൺകുട്ടികളും. ഹല്ലേലൂയ. ആൺകുട്ടികൾക്ക് എന്നാൽ വിദ്യാഭ്യാസവും താല്പര്യമില്ല.
അവർ കഷ്ടിച്ചൊരു പ്ലസ് ടു കഴിയുമ്പോൾ അടുത്ത കടയിൽ കയറി എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കും. പിന്നെ അവർ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന കാലം വീഴുമ്പോഴാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കാരണം മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസം വേണ്ടി ആർക്കും വേണ്ടത്. കടയിൽ എവിടെ കയറി കടയിൽ നിന്ന് സെയിൽസ് ചെയ്തു, അല്ലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇതാർക്കും ഒരു പെണ്ണിന് ഇഷ്ടപ്പെടുന്നത്. കാരണം വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവികമായ ജ്ഞാനം പ്രാപിച്ച് നിങ്ങൾ നല്ല വിദ്യാസമ്പന്നരായി മാറി ഒരിടത്തും പരാജയപ്പെട്ടു പോകാതെ നിങ്ങൾ പോകുന്ന വഴിയിൽ ഉന്നത വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം ആവശ്യമാണ്. രക്തക്ഷയം, മലേറിയ, എത്ര കുടുംബങ്ങളാ തകർന്നതല്ലേ. സ്കൂളിൽ പോലും പോകാത്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോലും സ്കൂളിൽ പോകാതെ, പരീക്ഷയ്ക്ക് പോലും ഒരു വാക്ക് പഠിക്കാതെ രാവിലെ 6 മണിക്ക് ഇന്നത്തെ കാലത്ത് അവർ ചൂണ്ടയെടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരുന്ന മക്കളുണ്ട്. മക്കൾ വിളിച്ചൊരു മീനെ കൊണ്ടുവരുമ്പോൾ അത് മക്കൾ വലിയ മീൻ കൊണ്ടെന്ന് പറഞ്ഞു. മക്കൾ മീനെ കൊണ്ടുത്തരും. പിന്നീട് നിന്റെ മക്കളാ നീ വിളിക്കുന്ന പോകത്തെ വിദ്യാഭ്യാസമില്ല, പഠനമില്ല, അവനെ ലോകപ്രകാരം ജീവിക്കും. അതുകൊണ്ട് ഓർത്ത് നിന്റെ മക്കളെ നേരായ പാതയിൽ വളർത്തണം. അല്ലേ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിലവയെ സൂക്ഷിക്കണം. ദൈവികമായ ജ്ഞാനം, ദൈവിക ഉപദേശം, പിതാവിന്റെ ഉപദേശം മക്കൾക്ക് മാതൃകയായിരിക്കണം. അല്ലേ? അതിന് പിതാവിന്റെ ഉപദേശം മക്കൾക്ക് മാതൃകയാകണമെങ്കിൽ പിതാവ് മദ്യപിച്ച് വെളിവ് കെട്ട് വീട്ടിൽ വന്ന് ഭാര്യയെ അടിക്കുന്നു, ഭാര്യയെ ചീത്ത വിളിക്കുന്നു, അയൽവാസിയെ ചീത്ത വിളിക്കുന്നതും അപ്പനെ അമ്മയെ ചീത്ത വിളിക്കുന്നു, അടിക്കുന്നു ആ മക്കൾ കാണുന്നെങ്കിൽ പിന്നെ എങ്ങനെ മക്കൾക്ക് ദൈവികമായ ജ്ഞാനം ഉണ്ടാകും? കഴിഞ്ഞ നാളുകളിലെ മരുമോളും അമ്മയും മകനോടെ കൂടി എത്രയോ അപ്പന്മാരെ അമ്മമാരെ ചവിട്ടി മെതിച്ച് കോലെടുത്ത് അടിക്കുന്നേ. അത് കണ്ടല്ലേ മക്കൾ വളരുന്നത്. അങ്ങനെയുള്ള മക്കൾക്കൊന്നും ദൈവികമായ ജ്ഞാനത്തിൽ വളരാൻ പറ്റത്തില്ല. അപ്പനും അമ്മയും കാണിക്കുന്നത് കണ്ട് അവർ തകർന്നുകൊണ്ടിരിക്കുക. അവരും അതുപോലെ തന്നെ വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിയും, നീ മരുമോളായി വീട്ടിൽ കിടന്ന് അമ്മായിമേ നീ ചവിട്ടി മെതിച്ച് ചവിട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കൾ ചവിട്ടി കൂട്ടും. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ അപ്പനെ അമ്മ നിന്റെ ഭാര്യ പറഞ്ഞ വാക്ക് കേട്ടും അമ്മയെ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞ വീണ്ടും കേട്ട് നിന്റെ അപ്പനെ അമ്മ നീ ചവിട്ടിക്കൂട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അടിച്ച് മർദ്ദിച്ച് അവരെ തല്ലിപ്പൊടിച്ചല്ലോ, നിന്നെ ഒരിക്കലും നിന്റെ മക്കൾ തല്ലിപ്പൊട്ടിക്കും. അല്ലേരിയ, നീ എഴുതി കുറിച്ചിട്ടോ നിന്നെ ചവിട്ടി മെതിക്കുന്ന കാലം വരും നിന്റെ മക്കള്. അല്ലേരി, കാരണം നീ പഠിപ്പിച്ചു കൊടുത്തത് നിന്റെ അപ്പനെയും അമ്മയും നിന്റെ ഭാര്യയും കൂടെ ചവിട്ടി മെതിച്ചത് നിന്റെ മക്കളുടെ മുമ്പിലിട്ടാ അവര് നിന്നെ ചവിട്ടി മെതിക്കുന്ന കാലം വരുന്നു. അധികം വിദൂരമല്ല. അല്ലേ? രക്തം ചെയ്യ നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്തം ചെയ്യ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഒരു പിതാവ് മകന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് നേരായ പാതയെ കുറിച്ചായിരിക്കണം. ആ നേരായ പാതയിലൂടെ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശം കിട്ടണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലേ? വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലെങ്കിൽ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പണ്ട് പഴമക്കാർ പറഞ്ഞ പോലെ നിങ്ങൾ ആ വിധത്തിലല്ല ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് ദൈവ ഭയം ഉണ്ടാകണം. അല്ലേലിയ. ഇവിടെ ഒരു പിതാവിനെ അനുസരിച്ച് മകനെ കൃത്യനിർവഹണത്തിൽ ഏറ്റവും മിടുക്കനായി ഏറ്റവും ശ്രേഷ്ഠനായി നമ്മൾ വളർത്തിയെടുക്കണം. അവൻ തികച്ചും അതിൽ അല്ലേലിയ വളർന്നു വരണം. അല്ലാതെ അനുദിനമുള്ള കൃത്യനിർവഹണത്തിനകത്ത് മക്കൾ പരാജയപ്പെട്ടു പോകരുത്. അല്ലേലിയ. പിതാവിന്റെ ഉപദേശത്തെ അവഗണിക്കുന്നവന്റെ അപകടം വളരെ ഭയാനകമാണ്. പിതാവിന്റെ ഉപദേശത്തെ അവഗണിക്കുന്നവർക്ക് ഭയാനകമായ അപകടമാണ്. ഞാനത് അനുഭവസ്ഥനാണ്. എന്റെ മാതാപിതാക്കൾ പറഞ്ഞ ബുദ്ധി ഉപദേശത്തെ എന്റെ മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതെ ഞാൻ അവരെ അവഗണിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു. പിന്നത്തെ ഇതിൽ ഞാൻ എത്രയോ പ്രതിസന്ധികൾ തരണം ചെയ്തറിയോ. മരണത്തിന് എത്രയോ പ്രാവശ്യം വിധേയപ്പെടേണ്ടി വന്ന് മരിച്ചു എന്ന് പറഞ്ഞ് റോഡിൽ തള്ളിയിട്ട് പോയ കാലഘട്ടം എനിക്കുണ്ട്. എന്നെ നാടും വീടും വെറുത്ത കാലഘട്ടമുണ്ട്. കാരണം പിതാവിന്റെ ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് പോയത് ഞാൻ അപകടത്തിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ഒരു പിതാവിന്റെ ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് നീ യാത്ര ചെയ്തത് നീ പരാജയപ്പെടും. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവായി ദൈവത്തിലേക്ക് മടങ്ങണം. അപ്പൊ നിങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ മാത്രമേ പിതാവായി ദൈവത്തിനുള്ള ഉപദേശം വീട്ടിലെ അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് നേടാൻ കഴിയുന്നുള്ളൂ. രക്തം ചെയ്യും. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേലൂയ, ദൈവഭയത്തിൽ ജീവിക്കുവാനുള്ള പിതാവിന്റെ ഉപദേശം മക്കൾ പൂർണ്ണമായും അനുസരിച്ചില്ലെങ്കിലും ഉപദേശം നൽകേണ്ടത് പിതാക്കന്മാരുടെ കടമയാണ്. നമ്മൾ പറയുന്ന ഉപദേശം മക്കൾ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ലെങ്കിലും അനുദിനം നമ്മൾ പൂർണ്ണമായി ഉപദേശം നൽകിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടില്ല, എത്രയോ കുഞ്ഞു കുട്ടികളാണ് മദ്യപിച്ചിട്ട് അല്ലടിയെ നടക്കുന്നത്. എത്രയോ കുഞ്ഞു കുട്ടികളാണ് സിഗരറ്റ് വീലുകൾ വലിക്കുന്നത്. നമുക്കുള്ള കോളേജ് സ്റ്റുഡൻസിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്കൂൾ വിദ്യാർത്ഥികൾ കണ്ടില്ലേ? 7ാം 8ാം ക്ലാസ് 9ാം ക്ലാസ്സും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ +1 +2 വന്നു കഴിയുമ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കടയിൽ നിന്ന് സിഗരറ്റും വീലും വാങ്ങി ആണുകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് വലിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നമ്മൾ എത്രയോ വാർത്തകൾ കണ്ടു കഴിഞ്ഞു.
എന്തുകൊണ്ടാ? നിന്റെ മക്കൾക്ക് ഇടുന്ന ദൈവികമായ ജ്ഞാനം നീ പറഞ്ഞു കൊടുക്കാതിരുന്നത് കൊണ്ട്, ദൈവികമായ ജ്ഞാനത്തിൽ നിന്റെ മക്കളെ വളർത്താതിരുന്നത് കൊണ്ട്, നിന്റെ മക്കളും നീ പോയ വഴിയെ നീ വീട്ടിൽ തമ്പാക്ക് മേടിച്ചുകൊണ്ട് തിരുമ്പി നിന്റെ നാവിനെ അടിവെച്ചതിന്റെ മക്കൾ കണ്ടില്ലേ? നീ മേടിച്ചുകൊണ്ട് തമ്പാക്ക് മക്കൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ച അപ്പോൾ മക്കളെ കൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവരിപ്പിച്ചിട്ടില്ലേ? നീ ഇതിന് മേടിച്ച തമ്പാക്ക് നീ ഉപയോഗിക്കുന്നതിന്റെ മക്കൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ലേരിയ മാതൃക വേണം സഹോദര. ജീവിതം എന്നൊക്കെ പറയുന്നത് രക്തം ചെയ്യും. ആർക്കാനും വേണ്ടി ഓക്കാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാനും വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത്. നിനക്ക് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ജീവിക്കണം. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഞാൻ പറയുന്ന ദൈവ വചനം എന്നൊക്കെ പറഞ്ഞ് നീ നന്നാകാൻ വേണ്ടിയിട്ടാ. നീ നന്നായ നിന്റെ കുടുംബം അങ്ങ് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നീ നന്നാകുന്നില്ലെങ്കിൽ നിന്റെ കുടുംബം പരാജയപ്പെടും. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പിതാവിന്റെ ഉപദേശം അപ്പൊ ജീവിതാന്ത്യം വരെ നേടേണ്ട ഉപദേശത്തെ കുറിച്ചാണ്, നേടിയെടുക്കേണ്ട സമ്പാദ്യത്തെ കുറിച്ചാണ് സ്വാമി വേദോസം പറയുന്നത്. നിങ്ങൾ ജീവിതത്തിന്റെ അന്ത്യത്തോളം മരണപര്യന്തം നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സമ്പാദ്യം എന്ന് പറയുന്നത് ദൈവികമായ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ആ ദൈവികമായ ജ്ഞാനമാണ് നീ നേടുന്നതെങ്കിൽ ഒരിക്കലും നീ പതറിപ്പോകുകയില്ലെന്ന് രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് സമാധാനമുണ്ടോ സ്വാമി? ഇന്ന് സ്വസ്ഥതയുണ്ടോ? ഹല്ലേലൂയ. സന്തോഷമുണ്ടോ ജീവിതത്തിൽ? വീട്ടിനകത്ത് മുഴുവൻ വെറുക്കൂത്തിന്റെ ഇടപാടുകളില്ലേ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, നേരം വെളുക്കം തന്നെ ടി വി തുറന്നു വെച്ചോ മൊബൈൽ തുറന്നു വെച്ചോ അതിനകത്തുള്ള വെറുക്കൂത്തുകളല്ലേ നീ കാണുന്നത്. ഇവിടുത്തെ റിയാലിറ്റി ഷോ കോമഡിക്ക് അതിനകത്ത് ചീത്തകൾ മാത്രമല്ലേ, അസഭ്യം മാത്രമല്ലേ സ്ത്രീ പുരുഷന്മാർ വിളിച്ചു പറയുന്നത്. കോമഡിയും സീരിയലും ഒക്കെ അത് പറയുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇപ്പോഴേ കാണാത്ത. അതിനകത്ത് നല്ല വാക്കുകൾ സംസാരിക്കും, വെറും ചീത്ത വാക്കുകൾ, പൊട്ടച്ചനും കളിവാക്കും, മനുഷ്യനെ രസിപ്പിക്കുന്ന വിധത്തിലുള്ള മനുഷ്യൻ ലൈംഗികത വളർത്തിയെടുക്കുന്ന വാക്കുകൾ, ലൈംഗിക ചൊവ്വയുള്ള വാക്കുകളാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അവർ ചെയ്യുന്ന ദൈവത്തെ പരിഹസിക്കുകയും കൂടെ ചെയ്യും. അത് കണ്ടല്ലേ നിന്റെ കുടുംബം, അത് ആ വെറുക്കൂത്തല്ലേ നിന്റെ ഭവനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതല്ലേ നിന്റെ മക്കൾ കണ്ട് വളരുന്നത്. അതിൽ നിനക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഈ ടി വി എന്ന് പറഞ്ഞ സാധനം നല്ല വാർത്തയ്ക്ക് വാങ്ങുന്നല്ല. അദ്ദേഹത്തെ സീരിയലും സിനിമയും കോമഡികളും റിയാലിറ്റി ഷോകളും കണ്ട് നിന്റെ മക്കൾ നശിച്ചു പോകരുത്. ആ ഉപദേശമല്ല നമുക്ക് വേണ്ടിയത്. ആ ഉപദേശമല്ല, ക്രിസ്തുവിന്റെ ഉപദേശം, ദൈവത്തിന്റെ ഉപദേശം. ആ ഉപദേശം ദൈവികമായ ജ്ഞാനം. അത് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുതെന്നാണ്. അതിന്റെ ഹൃദയത്തിൽ നീ സംഗ്രഹിച്ചു കൊള്ളണം. അല്ലെങ്കിൽ അതിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിന്റെ നടുവിൽ നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കണം ദൈവിക ഉപദേശം. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിന്റെ കുടുംബം തകരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുന്നത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നീ നിലകളിൽ ഒരു പിതാവിന്റെ ഉപദേശം പലപ്പോഴും പലരെയും ക്ഷീണിപ്പിക്കാറുണ്ട്. നമ്മുടെ പിതാവ് പറയും, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതിലെ പോകരുത്, അവിടെ പോകരുത്, അവനുമായിട്ട് കൂടണ്ട, ഇവളുമായിട്ട് കൂടണ്ട, ആ വീട്ടിലേക്ക് ഇന്ന് പോകരുത്, ആ സ്ഥലത്ത് നിന്ന് ചെല്ലരുതെന്നൊക്കെ നമ്മളോട് പലപ്പോഴും പിതാവ് പറയുമ്പോൾ നമുക്കത് വളരെ വേദനയായിട്ട് തോന്നിയാലും നീ ആ ഉപദേശത്തെ സ്വീകരിക്കണം. ഹല്ലേലൂയ. നീ പോകരുതാത്ത വഴിയിലൂടെ നീ പോകരുത്. നീ ഇരിക്കേണ്ട ഇടത്തെ പോയി ഇരിക്കാവുള്ളൂ. നിനക്ക് ഇരിക്കാൻ പറ്റാത്തടത്ത്, പോകാൻ പറ്റാത്തടത്ത് നീ പോകരുത്. നിനക്ക് സംസാരിക്കുവാൻ അനുയോജ്യമല്ലാത്തവരുമായി നീ കൂട്ടുകൂടരുത്. ഹല്ലേലൂയ. നിനക്ക് നിന്റെ ആത്മീയജീവിതത്തെ തകർക്കുന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പിന്മാറണം കേട്ടോ. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെടണം. രക്തം ചെയ്യും. അപ്പം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ടുകളിലൂടെ നീ യാത്ര ചെയ്താൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ നീ കടന്നുപോയാൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നീ ചെയ്താൽ, അത് നിനക്ക് ശാപമായി മാറും, അത് പാപമായി മാറും, അത് ബന്ധനമായി മാറും, അത് അപകടമായി മാറും, അത് നിന്റെ ജീവൻ പോലെ തകരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എത്രയോ മാതാപിതാക്കളെ അനുസരിക്കാതെ മക്കൾ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ച് ഈങ്കിലാ വിളിച്ച് സ്കൂളിലും കോളേജിലും രാഷ്ട്രീയക്കാരുടെ എത്രയോ മക്കൾ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. ഇനിയിപ്പോ അവരുടെ രക്തസാക്ഷിദിനമൊക്കെ ആചരിക്കുക. അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു മാതാവിനും പിതാവും ഉണ്ടായ മക്കളുടെ ചോര ഊറ്റിയിട്ട് പിന്നെ അതിന്റെ വീട്ടിൽ രക്തസാക്ഷിദിനം നടത്തിയിട്ട് പ്രകടനം നടത്തിയിട്ട് എന്ത് കാര്യ ശ്രോത? ഇവിടുത്തെ ഏത് പാർട്ടിക്കാരും ചോദിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ച ആളാ. ഹല്ലേലൂയ. ഒരുപാട് കുടി പിടിച്ചു, അവസാനം അവരെ അവിടെ കൂടി തല്ലിക്കൊല്ലാൻ വന്നു. ഹല്ലേലൂയ. അത് മടുത്തിട്ടാണ് ഹല്ലേലൂയ ഇന്ന് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഒരു പിതാവിന്റെ ഉപദേശം നീ കേട്ട് നടന്നാൽ ഹല്ലേലൂയ നിനക്ക് ആ പിതാവിന്റെ ഉപദേശം ജീവിക്കാൻ പറ്റും. ലോകം നിനക്ക് അനുകൂലമല്ല, ലോകം നിനക്ക് പ്രതികൂലമാ. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലൂടെ അല്ല നീ പോകേണ്ടത്, പാപത്തിന്റെ വഴിയിലൂടെ അല്ല പോകേണ്ടത്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിനക്ക് ഉപദേശം തരുമ്പോൾ, നിന്റെ സൃഷ്ടമായി ദൈവം നിന്റെ ഉപദേശത്തിലൂടെ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ നീ ആ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യണം.
അല്ലേ? അത് നിനക്കൊരിക്കലും പരാജയമാകുകയില്ല. അപ്പൊ ഇവിടെ വചനം പറയുന്നു അല്ലേലൂയ, ആമേൻ, നമുക്ക് തരുന്ന ഉപദേശം നമ്മൾ നിലനിൽക്കണം. നിബന്ധനകൾ ഒന്നും നമ്മുടെ കർത്താവ് നമ്മെ അടിച്ചേൽപ്പിക്കുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മളെ ഒരു നിബന്ധന അടിച്ചേൽപ്പിക്കുക, പക്ഷെ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി അത് പറഞ്ഞു തരും. അല്ലേലിയ, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി പറഞ്ഞു തരുന്ന കൽപ്പനകളെ, പ്രമാണങ്ങളെ, ചട്ടങ്ങളെ, വിധികളെ നമ്മൾ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. അല്ലേലിയ, ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മെ ശൂന്യമായി ഹൃദയമുള്ളവനാ. അല്ലേലിയ, ദൈവത്തെ അനുസരിക്കുന്നത് നമ്മുടെ ഹൃദയം ശൂന്യമാണ്. അല്ലേലിയ, അതിനാണ് വേദപുസ്തകത്തിൽ ഹാനോക്ക് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് മുമ്പിൽ എപ്പോഴും നമ്മൾ നിരത്തി വെക്കുന്നത്. ഹാനോക്കിന്റെ ഹൃദയം ശൂന്യത കൊണ്ട് നിറയപ്പെട്ടതല്ലായിരുന്നു. ദൈവിക ഉപദേശം പ്രാപിച്ച് ദൈവിക ജ്ഞാനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൺദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതെ നടന്നവനാ. അല്ലേലിയ, അറിയോ, പഴയ നിയമത്തിൽ യോസേപ്പ് കൊണ്ട് യോസേപ്പ് അവൻ ചെറുപ്രായത്തിൽ തന്നെ സ്വപ്നം കണ്ടത് മുഖാന്തരം സഹോദരന്മാരെല്ലാവരും വെറുത്തു. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ ചെന്നപ്പോൾ പിടിച്ച് കൊട്ടക്കുഴി കയറി ഇസ്മായിലിയർക്ക് വിറ്റു. അങ്ങനെ പോത്തിഭവന്റെ വാനത്തിൽ ചെന്നു. പോത്തിഭവന്റെ വാനത്തിൽ ചെന്നപ്പോഴും ഒരു പീഡനമാണ്, ഇന്നത്തെ പോലെ തന്നെ സ്ത്രീ പീഡനം. അല്ലേലിയ, യോസേപ്പിന് നേരെ. അല്ലേലിയ, പഴയ വായിച്ചിട്ടുള്ളേ, യോസേപ്പ് പോത്തപ്പനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? പോത്തപ്പന്റെ ഭാര്യ അവനെ ദൃഷ്ടി വെച്ചു. അല്ലേലിയ, അവനെ വശീകരിക്കാൻ, അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവനെ കയറി പിടിച്ച് അവരെന്ത് ചെയ്തു? യോസേപ്പ് തുണിയും വിട്ട് ചോടിയെന്ന, വസ്ത്രം ഇട്ടിട്ട് ഓടിയെന്ന. അല്ലെ, പീഡനം അന്നത്തെ കാലഘട്ടത്തിലുണ്ട് കേട്ടോ. യോസേപ്പിന്റെ കാലം, ആ പീഡന പരമ്പര ഇന്നും അവൻ നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് യോസേപ്പ് എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. സൃഷ്ടമായി ദൈവത്തിന്റെ ഉപദേശം തന്നെ ദൃഷ്ടിയിൽ നിന്ന് നീങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ സ്തോത്രം മാറിപ്പോകാതെ, അവന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചുകൊണ്ട് യോസേപ്പ് ദൈവികമായ ജ്ഞാനത്തിൽ നിന്ന്, കാരണം അവനൊരു ദർശനമുള്ളവനാണ്, അവനൊരു സ്വപ്നമുള്ളവനാണ്, അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ നീങ്ങി. അതുകൊണ്ട് അവൻ ഒരിക്കലും പരാജയപ്പെട്ടില്ല. അവന്റെ ജീവിതത്തിൽ അല്ലേലൂയ അപകടക്കിണികൾ വന്നെങ്കിലും, കാരാഗ്രഹത്തിലെത്തെങ്കിലും, ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവൻ ദൈവികമായ ജ്ഞാനം അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതെ അവന്റെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് അവൻ നടന്നതുകൊണ്ട് പിന്നത്തേത് യോസേപ്പ് മിസ്രയീമിൽ രണ്ടാമനായി വാണു. അല്ലേലും ദൈവം അവനെ ഏറ്റുയർത്തി. അല്ലേലിയ, മിസ്രയീമിന്റെ ഫറവോൻ കഴിഞ്ഞ പിന്നെ രണ്ടാം സ്ഥാനം യോസേപ്പിനായി. അത് എന്തുകൊണ്ടാണ്? ദൈവികമായ ജ്ഞാനത്തിൽ നിന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവികമായ ജ്ഞാനത്തിൽ ഉറച്ചു നിന്നാൽ ആമേൻ, യോസേപ്പിനെ ഉയർത്തിയൊരു ദൈവമുണ്ട്, ഹാനോക്കിനെ നടത്തിയൊരു ദൈവമുണ്ട്. നിന്നെ ഉയർത്താൻ അവൻ ശക്തനാണ്. വിശ്വസി, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് തകർച്ചകൾ മാറിപ്പോകും, കണ്ണുനീര് മാറിപ്പോകും, ദുഃഖങ്ങൾ മാറിപ്പോകും. സ്വഭാവി യുവതീവക്കന്മാരോട് പറയട്ടെ, നീ മൊബൈലിനകത്തെ നോട്ടമൊക്കെ വിട്ടിട്ട് നീ മാറി നടക്കണം. നീ മറ്റുള്ളവരെ എളുപ്പം അനുകരിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മളൊക്കെ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലേലിയ 24 മണിക്കൂർ ഈ ഫോൺ ചെവി വെച്ച് നടക്കുന്ന ഇവിടുത്തെ യുവതികളാണ്. ആണും കഥയും വരും. നിങ്ങൾ ബസ് സ്റ്റേഷനിൽ ചെന്ന്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷനിലൊക്കെ ചെന്ന്, എവിടെയും പോയിട്ടില്ല, മറ്റുള്ളതൊക്കെ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ചെന്ന് നോക്കിയാൽ ഇതെപ്പോഴും ചെവി വെച്ച് ഓരോ മൂലയ്ക്കും മാമിയും ബസ് സ്റ്റേഷനിൽ എത്ര തൂണുണ്ടോ, എത്ര ഫീലാണ്, അത്രയും തൂണിൽ ഓരോരുത്തർ കാണും. ആ തുണ്ട് 4 വശത്തും കാണും. എത്ര സീറ്റുണ്ടോ അവിടെ എല്ലാം കാണും. പ്രായമുള്ളവർ വന്നാൽ പോലും എഴുന്നേറ്റ് കൊടുക്കത്തില്ല. അത് ബസ്സിൽ കയറിയാ ഇത് വെച്ച് ഉപയോഗിക്കുക. റോഡിൽ ഇവർ കൂട്ടം കൂടി നടന്നാൽ റോഡിൽ നിന്ന് വഴിമാറത്തില്ല. റോഡിൽ കൂടെ ആമി 2 വീലറുകാരനൊക്കെ ചെന്ന, ഓട്ടോറിക്ഷക്കാരനൊക്കെ ചെന്ന ആമി വന്ന ഞെരുങ്ങിയാ പോകുന്നത്. കാരണം ഇതും ചെവി വെച്ചോണ്ടാണ് നടക്കുന്നത്. അതിനൊക്കെ ഒരു അർത്ഥം വരുത്തില്ല. ഇപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചൂതാട്ടം നിരോധിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ക്യാമില്ല ഗണേഷ് ആണെന്ന് തോന്നുന്നു, മാത്രം ഗണേഷ് കുമാർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, റോഡിൽ കൂടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന കേട്ടാൽ അതിന് പിഴയടിക്കണമെന്ന് ആ മന്ത്രി പറഞ്ഞു. ഞാൻ എന്നെ യോജിക്കുന്ന ആളാണ്. കാരണം റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഇതിടത്ത് ചെവി വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധ പോകുന്ന, പിന്നെ ഏതെങ്കിലും നിരപരാധികളായിരിക്കുന്ന വണ്ടിക്കാരും ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞ ഒരു നട്ടുപോട്ടെ നിൽക്കുന്ന അവരെത്ര സൂക്ഷ്മതയോടെ വാഹനം ഓടിക്കുന്ന, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുടെ കുടുംബമുണ്ടെന്ന്, അവർ ജോലി ചെയ്തിട്ട് വൈകിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി ജീവിക്കുന്നവരാ. നീയൊക്കെ ചെന്നതിന്റെ മുമ്പിൽ കയറിയിട്ട് പിന്നെ ആ ഡ്രൈവറുടെ ലൈസൻസ് നഷ്ടമായി, ജോലിയും പോയി. എത്ര കഠിനമാ. അവിടെ യുവതി യുവക്കന്മാരോട് പറയട്ടെ, നീ നാട്ടുറോട്ടിൽ കൂടെ നടക്കും, നീ സൂക്ഷിച്ച് നടക്കണം. നീ മൊബൈൽ ഉപയോഗിക്കരുത്. മറ്റുള്ളവർക്ക് നീ ഒരു ദോഷം വരുന്നു, മറ്റുള്ളവന്റെ കുടുംബത്തെ നീ തകർക്കരുത്. എത്ര അപകടങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബൈക്ക് ഓടിച്ച് ചെല്ലുമ്പോൾ ഞാൻ പുറകിൽ നിന്ന് പല പ്രാവശ്യം ഓണടിച്ചു, മാറിത്തരത്തില്ല. 4 കുട്ടികൾ നിരന്നാണ് പോവുക. അരിശം എന്നുള്ളത് പറഞ്ഞ ഹൃദയത്തിൽ നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റുമോ? തെറി പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ സ്ത്രീപീഡനമായില്ലേ? ലേലിയ സ്ത്രീപീഡനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും നീതി ഉണ്ടോ? നിയമം ഇവിടെ അങ്ങനെ അവർക്ക് അനുകൂലമല്ലേ? എല്ലാത്തിനും നിയന്ത്രണം വരണം.
പ്രൈസലോ. അതുകൊണ്ടാണ് ഈ സദൃശവാക്യം നിങ്ങൾ വായിച്ചു പഠിക്കണം. സദൃശവാക്യം ഒരു മനുഷ്യന് വീട്ടുന്ന ദൈവികമായ ജ്ഞാനത്തെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച്, ബുദ്ധിപദേശമാണ്. അത് നീ പാലിക്കണം. അല്ലേ സ്തോത്രം. അത് പാലിച്ചെങ്കിൽ മാത്രമേ ജീവിതം വിജയത്തിലെത്തിക്കാൻ കഴിയുള്ളൂ. അല്ലേ അത്രയാണ്. എവിടെ ചെന്നാലും പ്രശ്നമാണ്. അല്ലേ ഒന്ന് ഓർത്ത് നോക്കി എന്ത് തകർച്ചയായി ഇന്ന് അനുഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് അല്ലൊരിക്കൽ നമ്മൾ നമ്മുടെ കൃത്യനിർവഹണത്തിൽ നിന്ന് മാറിപ്പോകാതെ ദൈവിക ഉപദേശത്തിന് ചെവി കൊടുക്കണം. അല്ലേ ഒക്കെ അറിയത്തില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരിമാരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ മൊബൈല് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അവയെ നോക്കിക്കൊണ്ടാ മീൻ വെട്ടുന്നത്, പച്ചക്കറി അരിയുന്നത്, അത് എല്ലാ കാര്യങ്ങളും അത് നോക്കിയാ. ചിലതൊക്കെ അടുപ്പിൽ നിന്ന് കരിഞ്ഞു പോകും. ചിലതൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്. എത്ര കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എന്താണ് നിങ്ങളുടെ ഉള്ളിൽ പിശാച് കയറി ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ കൃത്യനിർവഹണം പിശാചിനാൽ ഏറ്റെടുത്തു. നിങ്ങൾ ദൈവത്തിന് അകന്നുപോയി. അല്ലേരിയ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. രക്തം ചെയ്യും. അല്ലേരിയ. ഇവിടെ ദൈവവചനം പറയുന്നത് നിങ്ങൾ ദൈവഭയത്തിൽ ജീവിക്കുവാനുള്ള പിതാവിന്റെ ഉപദേശം മക്കൾ പൂർണ്ണമായിട്ടും അനുസരിക്കണം. ദൈവത്തിൽ ജീവിക്കാനുള്ള പിതാവിന്റെ ഉപദേശം മക്കൾ പൂർണ്ണമായിട്ടും അനുസരിക്കണം. നിങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ ദൈവസഭയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം. അല്ലേ? എന്നിട്ട് നിങ്ങൾ ആ പാതയിലൂടെ നടക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞത്? സങ്കീർത്തനം 1:1 എന്താ പറഞ്ഞത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. ആരുണ്ട് ഈ ഭൂമിയിൽ? ദുഷ്ടനുണ്ട്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ. പിന്നെ ആരുണ്ട്? രണ്ടാമത് പാപി, അവന്റെ വഴിയുണ്ട്, അവിടെ നിൽക്കരുത്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്. മൂന്നാമത്തെ കാര്യം, പരിഹാസികൾ ഇരിപ്പിടത്തിലിരിക്കരുത്. അപ്പം ദുഷ്ടനും പാപിയും പരിഹാസിയെ കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിൽ അവന്റെ നടപ്പും നിൽപ്പും ഇരിപ്പും നീ ശ്രദ്ധിച്ചിട്ട് അവന്റെ കൂടെ നീ നടക്കരുത്. അവന്റെ നടപ്പും നിൽപ്പും ഇരിപ്പും നീ ഏറ്റെടുക്കരുത്. അല്ലേരിയ. സംഗീത യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവയെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്നാ. അല്ലേരിയ. 1-ാം സംഗീതം കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കും തക്ക കാലത്ത് ഫലമായി ഇരവാടത്വമായി വൃക്ഷം പോലെ ഇരിക്കുമെന്ന് സംഗീതക്കാരൻ പറഞ്ഞ് നമുക്കൊരു ബുദ്ധിയുപദേശമാണ്. സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മളെ ഓർമ്മിക്കുന്നിട്ട് നമ്മൾ ബുദ്ധിയുപദേശത്തിൽ നമ്മുടെ കൃത്യനിർവഹണത്തെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രക്തം ചെയ്യും. അല്ലേരിയ. ഇന്നുപോലെ എന്നെ കേൾക്കുന്നത് മാത്രം പിതാവേ, ജീവിതത്തിൽ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല. അല്ലേരിയ. ചിലർ പറയാറുണ്ട്, എന്റെ പാസ്റ്ററെ മക്കളെ വിളിച്ചാൽ എഴുന്നേക്കത്തില്ല, അവരനുസരിക്കത്തില്ല, ഒരു പണി പറഞ്ഞ വീട്ടിൽ ചെയ്യത്തില്ല, സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, എഴുന്നേറ്റിനാല് കുളിക്കത്തില്ല, വല്ല തേക്കത്തില്ല, എല്ലാം രാവിലെ വീട്ടിൽ കിടന്ന് ഒച്ചയിട്ട് മടുത്തുനിന്ന് എത്ര സഹോദരിമാര് പറയുന്നത്. ചില വീട്ടിൽ ചില സൗകര്യമാരുടെ സങ്കടം മാത്രമേ കേൾക്കാനുള്ളൂ. കാരണം മക്കൾ അനുസരിക്കില്ല, അപ്പനനുസരിച്ച്. രാവിലെ മൊബൈലുമായിട്ടിരുന്ന അപ്പൻ ഒരു പണി ചെയ്യത്തില്ലെന്നേ. അല്ലെങ്കിൽ ഭാര്യം പറഞ്ഞത് ഭാര്യം മൊബൈൽ വെച്ചാൽ. കാരണം ഇവരുടെ രാവിലെ കാര്യങ്ങളെല്ലാം നടന്ന് സ്തോത്രമെല്ലാം ജോലിക്ക് പോകണം, കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. അതിനൊന്നും സാഹചര്യമില്ല. വഴിയൊരുക്കാതെ ഈ ലോകത്തിന്റെ വെറുക്കൂത്തിലൂടെ ജനം തകർന്നുകൊണ്ടിരിക്കുക. ജനത്തെ നശിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ, ജനത്തെ നശിപ്പിക്കുന്ന സാത്താന്റെ ശക്തികൾ ലോകമെമ്പാടും വ്യാപരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നീ പോകരുതെന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. അല്ലേരിയ. പാപിയായ മനുഷ്യ, നിനക്കൊരിക്കൽ മാത്രമേ രക്ഷയ്ക്ക് ചാൻസ് ഉള്ളൂ. അല്ലേരിയ. ഈ രക്ഷയുടെ അനുഭവത്തെ നിന്നോട് പറഞ്ഞു തരുമ്പോൾ അത് നീ കേൾക്കുന്നില്ലെങ്കിൽ മരണം എപ്പോഴാണെന്നറിയത്തില്ല. അല്ലേരിയ. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ തിരുവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ ഉള്ളിൽ ദൈവികമായ ജ്ഞാനത്തിന് മാത്രമേ സ്ഥാനം കൊടുക്കാവുള്ളൂ. അല്ലേരിയ. അതുകൊണ്ടാണ് ഈ ശലോമോൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഈ വചനം എഴുതി തരുമ്പോൾ ഒരു പിതാവ് തന്റെ മകനെ ബുദ്ധി ഉപദേശിച്ച് നടത്തുന്നത് പോലെ പിതാവായി ദൈവം നമ്മെ ഉപദേശിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ ആ പാതയിലൂടെ പോകണം. അല്ലേരിയ. അതുകൊണ്ടാണ് നിന്റെ കുടുംബം അല്ലേരിയ അനുഗ്രഹിക്കപ്പെടാൻ കാരണമാകുന്നത്. പിതാവിന്റെ ഇഷ്ടത്തിന് പോകും. ചില പറയും എന്റെ പാസ്റ്റേ ഭയങ്കര കൂടോത്രമാണ്, മന്ത്രബോധമാ, ഭയങ്കര ആവിചാരത്തിന്റെ കെട്ടാ, ദേശത്ത് ഭയങ്കര പോരാ, ജീവിക്കാൻ പറ്റുന്നില്ല. എന്താണ് നിന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ വരാൻ കാരണം? നിന്റെ തെറ്റായ ജീവിത സാഹചര്യങ്ങളാ. ക്രമീകൃതമല്ലാത്ത കൃത്യനിർവഹണത്തിന് മാറിപ്പോയപ്പോൾ ദൈവഹിതമല്ലാത്ത ജീവിതം നീ നയിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാത്താൻ നിന്റെ മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങി. അവൻ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ തുടങ്ങി. അല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജോലി നഷ്ടപ്പെടുന്ന, ബിസിനസ് നഷ്ടപ്പെടുന്ന, ജോലി സ്ഥലത്ത് പ്രശ്നം, നിന്റെ ബിസിനസ്സിനകത്ത് നഷ്ടം, ബിസിനസ് കൂട്ടുമൊക്കെ നഷ്ടപ്പെടുന്നു, കടം കയറുന്നു, എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം അടച്ചുപൂട്ടി വീട്ടിനകത്ത് വന്ന് ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവേ. അല്ലേലൂയ.
എങ്ങനെ കടന്തീരും, എങ്ങനെ കടന്തീർക്കും, ജീവിതം പരാജയപ്പെട്ടു, എങ്ങനെ കുടുംബമൊക്കെ, എങ്ങനെ മക്കളെ പഠിപ്പിക്കുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് പകൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവികമായ ജ്ഞാനം നീ പ്രാപിക്കുന്ന ആ ജ്ഞാനം നീ എന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതെ അവൻ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് നീ ദൈവത്തിഷ്ടം നടന്നാൽ നീ കടന്നു പോകുന്ന സകല കെണികളിൽ നിന്നും, നിങ്ങൾക്ക് ഒരുപാട് കെണികളുണ്ട്, ആ കെണികളിൽ നിന്നെല്ലാം ദൈവം നിന്നെ പിടിപ്പിക്കും. കേരളത്തിലെ കുടുംബ കോടതിക്കകത്ത് ലക്ഷക്കണക്കിന് കേസാണ് ഡിവോഴ്സ്. എങ്ങനെയാ വന്നത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയം എന്ന് പറഞ്ഞ സംശയമെല്ലാം മിക്കവാറും സംഭവം തന്നെയാണ്. മിക്കവാറും സംഭവം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റു പുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകൾ, സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് മറ്റ് സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന പുരുഷന്മാർ, പരസ്പരം എന്തെങ്കിലും വിളിച്ചെത്തി വരും, ഏതെങ്കിലും ഇന്നത്തെ കാലം മൊബൈൽ ചാറ്റ്, മൊബൈലിലുള്ള വാക്കും വരവ് മെസ്സേജ് വരെകളെല്ലാം പലപ്പോഴും ഭാര്യ ശ്രദ്ധിക്കും, പലപ്പോഴും ഭർത്താവ് ശ്രദ്ധിക്കും, പിന്നെ സംശയമായി. അങ്ങനെ തകർന്നു കിടന്ന കുടുംബങ്ങളെല്ലാം ഡിവോഴ്സ് ചെയ്യുന്ന, കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ ലക്ഷങ്ങൾ. കോടതി പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇതൊക്കെ ചെയ്തത്. കോടതികളെ നേരെയാക്കാൻ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ നിങ്ങൾ അവിഹിത ബന്ധങ്ങൾ നമുക്ക് കൊള്ളത്തില്ല. അവിഹിത ബന്ധങ്ങൾ നിങ്ങൾക്ക് കൊള്ളത്തില്ല. ആ പാതയിലൂടെ പോയി നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. അവസാനം നീ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. ചെയ്യും മാനസാന്തരപ്പെട്ട് മടങ്ങി പോവാ. കേരളത്തിലെ 30ഓളം കുടുംബ കോടതികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കോടതികൾക്കൊക്കെ തന്നെ ലക്ഷക്കണക്കിന് കേസാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും. എന്തിന്? രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമെന്ന് പറയുന്ന ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ പോലും വിവാഹമോചനം നടത്തുന്നു. അവരോട് വിവാഹ ഉടമ്പടി ഉഭയസമ്മതം ചൊല്ലിക്കൊടുത്ത് വിവാഹം നടത്തി കൊടുക്കുന്ന കാർമികൻ, ആ ശുശ്രൂഷകൻ പ്രത്യേകം അവസാനം അവർ കൈപിടിച്ചിട്ട് പറയും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് മത്തായി 19 അധ്യായത്തിലെടുത്ത് ഈ സഹോദരന്മാരെ കൈകോർത്തുറപ്പിക്കും. എല്ലാവരും ആമീൻ പറയും. അല്ലേ? പിന്നെ അവരങ്ങോട്ട് കുടുംബജീവിതം അങ്ങോട്ട് ആരംഭിക്കും. ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും. പഴയകാലത്തെ ചാറ്റിംഗ് ഒക്കെ വീണ്ടും കയറി വരും. അതിനകത്ത് ചാറ്റാൻ തുടങ്ങും. അങ്ങനെ ചാറ്റി ചില കുടുംബങ്ങൾ തകരും. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഡിവോഴ്സിലേക്ക് വരും. അത് ദൈവം യോജിപ്പിച്ച് വേർപിരിക്കും. പിന്നെ ഉഭയസമ്മതം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പുരുഷനോ ചാറ്റിങ്ങിന്റെ ആവശ്യം നിനക്കില്ലെന്ന്. മറ്റൊരു പുരുഷൻ നീ മെസ്സേജ് അയക്കരുത്. മറ്റൊരു സ്ത്രീയോട് നീ ചാറ്റ് ചെയ്ത് മറ്റൊരു സ്ത്രീയുടെ മെസ്സേജ് നിനക്ക് വരാൻ പാടില്ല. സഹോദരിമാരുടെ നിങ്ങൾക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം ചിന്ന ഭിന്നമായി തീരും. അവിശ്വാസം വരും. അല്ലെങ്കിൽ വിശ്വസ്തത നഷ്ടപ്പെടും. അങ്ങനെയാണ് എത്ര കുടുംബം. ഇതൊക്കെ സംഭവിക്കുന്നത് സാത്താൻ നിന്റെ കുടുംബത്തെ തകർക്കുക. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നത്, അപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ഏത് ദൈവികമായ ജ്ഞാനം നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അല്ലേലിയ സ്തോത്രം. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു കൊള്ളണം. ഹൃദയത്തിന്റെ നടുവിൽ എന്ത് ചെയ്യണം? ദൈവികമായ ജ്ഞാനത്തെ സൂക്ഷിക്കണം. അല്ലേലിയ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം തകർന്നു പോകരുത്. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളുടെ പകൽ യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഓർമ്മിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥി. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേരളത്തിൽ ഭാരതത്തിൽ ലോകരാജ്യം 800 കോടി ജനത്തിനായി തകർന്ന തരിപ്പണമായി കുടുംബജീവിതം നഷ്ടപ്പെട്ട് ചിഹ്നഭിന്നമായി കിടക്കുന്ന തലമുറകൾ മദ്യത്തിന് മയക്ക് ലഹരിക്ക് അടിപ്പെട്ട് സകല യുവതിവാക്കന്മാരും മാതാപിതാക്കളും കുടുംബമടക്കം മദ്യത്തിന് മയക്ക് ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന സകല ജീവിതങ്ങളിൽ ജീവിതം തകർന്ന് കുടുംബം തകർന്ന് മൊത്തതയുടെ കടന്നു പോകുന്ന അനുപത്തി ആളുകൾ ഞങ്ങളുടെ ശൈശവത്തിൽ കൗമാരി യുവനത്തിൽ വാർത്തയിൽ അശന യാചകർ ജാതി മത വർണ്ണ വ്യത്യാസം കൂട്ടോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തെ ദൈവജനത്തെ ദൈവമക്കളെ ദൈവദാസന്മാരി കർത്താവ് അവരുടെ ഉള്ളിൽ ദൈവികമായ ജ്ഞാനം മാറിപ്പോകാൻ ദൃഷ്ടി മാറിപ്പോകാതെ അവരുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ജീവിതകാലം പിതാവിന്റെ ഉപദേശം ജീവിപ്പാൻ കൊടുക്കണമേ. എല്ലാ ശാപ പാപ രോഗ വേദനകളും പിടിപ്പിക്കപ്പെടട്ടെ. ഇന്ന് പകൽ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് പിതാവിന്റെ ഉപദേശം യേശുക്രിസ്തുവിന്റെ ഉപദേശം മടങ്ങി വന്ന് ദൈവിക ജ്ഞാനമുള്ളവരായി സന്തോഷമുള്ള ജീവിതം ഖാനൂക്ക് ദൈവത്തോട് കൂടെ നടന്ന് ഒരു ആഴ്ചക്കാലം 365 സംവത്സരമായിരുന്നു ദൈവത്തിന്റെ ഓട് ചേർന്ന് ദൈവത്തിന് പ്രീതിയുള്ളവനായി ദൈവത്തിന്റെ മാനസപുത്രനായ ദൈവത്തിന്റെ മനസ്സുണ്ടെങ്കിയവനായി മാറുവാൻ സകല ജനത്തെ ഒരുക്കണമേ. അതിനെ അധികാരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.